കൈപ്പഴമുട്ടത്തോട്ടിൽ കാർ വെള്ളത്തിൽ വീണ് 2 പേർ മരിച്ചു. മരിച്ചവർ മഹാരാഷ്ട്ര സ്വദേശികളാണെന്ന് നിഗമനം. രാത്രി 8:30-ക്കാണ് സംഭവം. കോട്ടയത്ത് നിന്ന് വന്ന കാർ പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്ന് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ ഇട വന്നിട്ടുള്ളത്. ഫയർഫോഴ്സ് വന്ന് എടുക്കുമ്പോൾ കണ്ട രംഗം, അവർ ഗ്ലാസ് പൊട്ടിച്ചാണ് ഈ 2 പേരെ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഉള്ളിക്കിടന്ന ആളുകൾ എടുക്കുന്നത് വേറെ എപ്പോൾ ആളുണ്ടെന്ന് സംശയിക്കാൻ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ ആളുണ്ടെന്ന് സംശയിക്കേണ്ടത്. അപ്പോൾ ആ 2 എണ്ണം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് ബ്രോഡിലാണ്. അപ്പോൾ ബോഡി മോർച്ചറിലേക്ക് വരാൻ പറഞ്ഞു. ബാക്കി കാര്യം വണ്ടി പോക്കിയെടുത്തു. കിട്ടിയ നമുക്ക് ID കാർഡ് വെച്ചുകൊണ്ട് ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. പോലീസിന് കിട്ടിയ മറ്റേ ലഗേജ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ബാക്കി പോലീസ് എന്തുമാത്രം നമുക്ക് ആരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തത്. ഈ വിനോദസഞ്ചാരം മാത്രമായും കണക്ക് കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരണം. അതിനൊക്കെ സംശയിക്കുക. എന്താ സംഭവം എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ അവരന്വേഷിക്കട്ടെ. ഇപ്പോൾ എന്തായാലും കിട്ടിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് ആക്ട് ചെയ്തിരുന്നു, പോലീസും ആക്ട് ചെയ്തിരുന്നു. ആ രംഗമാണ് നമ്മൾ കണ്ടത്. 2 പേരെ മെഡിക്കലിൽ എത്തിക്കിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രാത്രി ഏതാണ്ട് 8:15 ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക്, കുമരകം വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഇടത്ത് 3ാമത്തെ പാലമാണ് ഈ കൈപ്പഴമുട്ട പാലം. ഇതിന് താഴെ ഹൗസ് ബോട്ടുകളും മറ്റുമുള്ള പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടേക്കുള്ള സർവീസ് റോഡിലേക്ക് കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ കൊട്ടാരക്കര സ്വദേശി കൂടിയാണ്. അതായത് മുംബൈ താനയിൽ സ്ഥിരതാമസക്കാരൻ കൂടിയാണ് ഇയാൾ. ജെയിംസ് ജോർജ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 48 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന്റെ ഐഡികളിൽ ആ അഡ്രസ് ആണുള്ളത്. പക്ഷേ മറ്റ് ചില വിലാസങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് ഒരു റെന്റ് കാർ എടുത്തുകൊണ്ടാണ്, അവിടുന്ന് കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇയാൾ ഇവിടേക്ക് വന്നത്. ഇയാളും ഈ സുഹൃത്തും ഒപ്പം ഈ മരിച്ച താലി രാജേന്ദ്ര സർജി ഇയാളുടെ സുഹൃത്താണെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഇത്തരം വിവരങ്ങൾ കിട്ടിയത് കൊച്ചിയിലെ റെന്റ് കാർ കേന്ദ്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോൾ അത്തരം വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരവും അതാണ്. അവിടെയാണ് ഈ ജെയിംസ് ജോർജിന്റെ വീട് കൊല്ലം ഓടനാവട്ടത്താണ് എന്ന് പറയുന്നത്. പക്ഷെ വർഷങ്ങളായി അദ്ദേഹം ഏതാണ്ട് മഹാരാഷ്ട്രയിൽ തന്നെയാണ് താമസം. താനെ സ്വദേശിയാണ് സായിലി രാജേന്ദ്ര സർജി. 27 വയസ്സാണ് ഇവർക്കുമുള്ളത്. എന്തായാലും ഇവർ ഈ കുമരകത്ത് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു അന്തിമമായ വിവരം പൂർണ്ണമായും ലഭിക്കാത്തത് ഇവർ 2 പേരും, ഈ വാഹനത്തിലുള്ള 2 പേരും മരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ കാറിനുള്ളിൽ പെട്ട നിലയിൽ തന്നെയായിരുന്നു 2 പേരെയും കണ്ടെത്തിയത്. കാർ ഡോറൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് മന്ത്രി വി എൻ വാസവൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത് മറ്റാരും ഇതിൽ പെട്ടതായി സംശയിക്കുന്നില്ല. അതായത് ഡോറ് തുറന്നോ ചില്ല് പൊട്ടിയോ ഒന്നും മറ്റാരും പുറത്തേക്ക് പോയിട്ടില്ല. ഒരു കുട്ടി ഇതിനുള്ളിൽ പെട്ടിരുന്നു എന്നുള്ള സൂചനകൾ നാട്ടുകാർ ആദ്യം പങ്കുവച്ചിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ 2 പേരും മാത്രമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ വാഹനം കരയിലേക്ക് എത്തിച്ചപ്പോൾ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും 8:15 ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഭാഗത്തേക്ക് വന്ന കാർ നേരെ തോട്ടിലേക്ക് പതിക്കായിരുന്നു. മീനച്ചിലാറിന്റെ ഒരു കൈവഴി കൂടിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വേമ്പനാട് കായലുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കാർ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്യാവശ്യം ബോട്ട് സർവീസ് എല്ലാം, ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആഴം ഉണ്ട്. അവിടെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ ചെറിയൊരു കാറായിരുന്നു. എന്തായാലും ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 8:30-യോടെയാണ് സംഭവം. കോട്ടയത്ത് നിന്ന് വന്ന കാർ പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്ന് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.